ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി തിണ്ടാന്നാണ് മീൻ കേട്ടോ. നിങ്ങൾ കണ്ടോ അറിയില്ല, നല്ല അടിപൊളി മീനാണ് ഇത്. പൊടിയുള്ള മീൻ നമ്മളിതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് പൊരിക്കാൻ പോവുക. പൊരിക്കുക എന്ന് പറഞ്ഞാൽ നാടൻ സ്റ്റൈലാണ് പൊരിക്കാൻ പോകണം കേട്ടോ. കണ്ടോ, കട്ട് ചെയ്ത് നല്ല വൃത്തിയായി കഴുകി നല്ല അടിപൊളി നാടൻ സ്റ്റൈലിൽ നമ്മൾ നാടൻ അടുപ്പിൽ നല്ല പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ചെറിയ ഈ എന്താ പറയുക അരക്കല്ലേ അതിലിട്ടിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ പൊടിച്ചെടുക്കണം. ഇതിൽ കുറച്ച് കരിവേപ്പിലയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടോ. കുറച്ച് കരിവേപ്പില എടുക്കുക, ചതച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഈ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഉപ്പിട്ട് അവനവൻ്റെ ടേസ്റ്റിനുള്ള ഉപ്പിട്ട് അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അത് എരിവ് കൂടുതൽ വേണമർക്ക് അതിനനുസരിച്ച് മുളക് പൊടി ഏറ്റവും കുറച്ചിട്ട് വെക്കാം. അതിനുശേഷം കുറച്ച് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്, ഒരു റെഡ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് ഇട്ടത്. എന്നിട്ട് ഇതൊക്കെ പാടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഡ്രൈ ചെയ്ത് വെച്ച മീനിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓയിലോ കാര്യങ്ങളോ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. നമ്മളൊരു വെള്ളം എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു. മുട്ട എടുത്തിട്ട് ചെറുതാക്കിയിട്ട് റോൾസ് ആക്കിയിട്ട് ചരിച്ച് കൊടുത്താൽ മതി, ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൊടുത്തിട്ടോ, അതിൽ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഇത് ഉടയാത്ത മാതിരി നമ്മൾ നൈസായിട്ട് വേണം മിക്സ് ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ ഈ മീൻ എന്ന് പറഞ്ഞാൽ നല്ല പൊടിയുള്ള മീനാണ്. ഇത് മുറിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന മീനാണ്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ നാടൻ അടുപ്പിലാണ് ചെയ്യുന്നത്. കുറച്ച് വിറക് കത്തിച്ച് നമ്മളൊരു ദോശക്കല്ല് ഒക്കെ വെച്ച് ഇതിലാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കല്ല് ചൂടായി, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ല ചൂടായി. നമ്മളിപ്പം ഈ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ മീൻ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് തീ കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഗ്യാസൊക്കെ ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തീയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് മറച്ച് വെച്ച് കൊടുക്കാം. കണ്ട, അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവുന്ന മീനാണ്, പെട്ടെന്ന് തന്നെ വേവുന്ന മീനാണ്. അപ്പോൾ നമ്മൾ മീൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്തിട്ട് വെക്കാം. കണ്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മീനാണ്. അത് പല സ്ഥലത്തും പല പേര് ഇത് അറിയപ്പെടുന്നത്. നമ്മളവിടെയൊക്കെ ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അതിന് തിണ്ടാന്നാണ് സ്വതവേ വിളിക്കുന്നത് കേട്ടോ. ബാക്കി പല സ്ഥലത്തും പല പേരുണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ റെഡിയാണ് കേട്ടോ.